നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ UDF യുവജന സംഘടനകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ രീതിയിലുള്ള യുവ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് 24നോട് പറഞ്ഞു. യുവാക്കളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിയ പ്രകടന പത്രിക പുറത്തിറക്കാനാണ് യൂത്ത് ലീഗ് ഒരുങ്ങുന്നത്. തിരഞ്ഞെടുപ്പിൽ പുതിയ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. പുതുമുഖങ്ങളും ചെറുപ്പക്കാരും ഉൾപ്പെടുന്നതായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക. ഈ തെരഞ്ഞെടുപ്പിനകത്തും പുതിയ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും, പുതുമുഖങ്ങൾ ഉണ്ടാകും, ചെറുപ്പക്കാരുണ്ടാകും എന്നുള്ളത് അത് പാർട്ടിയുടെ തന്നെ ഒരു വിഷനാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിൽ കൃത്യമായ ഉത്തരം നൽകാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ തയ്യാറായില്ല. അത് പാർട്ടി തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളാണ്. എവിടെയൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥികളാണെന്ന് സംബന്ധിച്ചു, പർട്ടിക്കുലർ സീറ്റിനെ സംബന്ധിച്ചോ പർട്ടിക്കുലർ വ്യക്തികളെ സംബന്ധിച്ചോ യൂത്ത് കോൺഗ്രസ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി പ്രകടന പത്രിക തയ്യാറാക്കാനാണ് യൂത്ത് ലീഗ് തീരുമാനം. യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് തൊഴിലവസരങ്ങളാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. LDF ജാഥയുടെ പ്രധാന അജണ്ട ലീഗിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതാണെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്. ലീഗിനെ അജണ്ടയാക്കി ലീഗ് ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിനെ അതിന്റെ ചർച്ചയെ വഴിമാറ്റുക എന്നുള്ളൊരു ഉദ്ദേശം CPM-നുണ്ട്. അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ഒരു വലിയ ജാഥ നടത്തിയിട്ട് ആ ജാഥയിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട ലീഗിനെതിരെ ആക്ഷേപം ഉന്നയിക്കുക എന്നുള്ളതാണ്. സമസ്ത ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിലപാടെടുക്കുന്നത് മതസംഘടന എന്ന നിലയിലാണെന്നും PK ഫിറോസ് പറഞ്ഞു. 24 ഡൽഹി, മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.